നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത്, എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. കോമൺ ആയിട്ട് എല്ലാവരും ഈ ഒരു രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. 100% റിസൾട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത്, നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏത് പാത്രം വേണമെങ്കിലും എടുക്കുക. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ തിളച്ചതിന് ശേഷം ഇടുക. അതല്ലെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുന്നതിന് മുൻപ് തന്നെ ഒരു 2-3 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കരിഞ്ജീരകമാണ് കേട്ടോ. കരിഞ്ജീരകം ഒരു 2 സ്പൂണോളം, നമ്മൾ ചെറിയ 2 സ്പൂണിന് 2 സ്പൂണോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. ഇത് നമുക്കൊന്ന് ഫ്ലെയിം ഓൺ ചെയ്ത് ഗ്യാസിൽ വെക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം കരിഞ്ജീരകവും ചായപ്പൊടിയൊക്കെ നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നല്ല പോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കരിഞ്ജീരകം നമ്മുടെ മുടി നല്ല പോലെ തന്നെ വളരും. മാത്രമല്ല നമ്മുടെ നരച്ച മുടി കറുപ്പാവാൻ വേണ്ടിയിട്ടും മുടിയിലുണ്ടാകുന്ന പൊട്ടൽ, അത് താരൻ, മുടി കൊഴിച്ചിൽ, ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്ന് തന്നെയാണ് കരിഞ്ജീരകം. ഇനി കയ്യിലില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്ത് ഇനി കരിഞ്ജീരകത്തിന് പകരം നമുക്ക് പനിക്കൂർക്കയുടെ ഇല വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ ഒരു തിളപ്പിക്കുന്ന സമയത്ത് ഒരു പിടിയോളമൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പനിക്കൂർക്കയ്ക്കും ഈ ഒരു നമ്മൾ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ തിളച്ച് കഴിഞ്ഞ ശേഷം ഓഫ് ചെയ്യരുത്, തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഏകദേശം നമ്മൾ വെച്ചിട്ടുള്ള ഈ 1 ഗ്ലാസ് വെള്ളം എന്നുള്ളത് ഒരു 1/2 ഗ്ലാസ് 3/4 ഗ്ലാസ് വെള്ളത്തിലേക്ക് എത്തുന്നത് വരെ നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ പാത്രമാണ് കേട്ടോ. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ ഇരുമ്പിൻ്റെ ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് മൈലാഞ്ചിയുടെ പൊടി, അതുപോലെ തന്നെ നെല്ലിക്ക പൊടി. ഇനി മൈലാഞ്ചിയുടെ ഇല വീട്ടിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മിക്സിയിൽ അരച്ചെടുത്താലും മതിയാകും. ഇപ്പോൾ അതാ നമ്മുടെ കട്ടൻ ചായ ഈ ഒരു പരുവത്തിൽ, ഈ ഒരു കടുപ്പത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറു ചൂടോടെ തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൈലാഞ്ചിയുടെ പാക്കറ്റ് പൊട്ടിച്ച് എത്രത്തോളം നമുക്ക് ആവശ്യമുണ്ടോ, ഓരോരുത്തർക്കും മുടിയുടെ ലെങ്ത്തൊക്കെ വ്യത്യാസം ഉണ്ടാവില്ലേ, അപ്പോൾ നമ്മുടെ മുടിക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. പ്രത്യേകിച്ച് ഒരളവ് പറയുന്നില്ല. പിന്നെ എപ്പോഴും ഹെന്ന മിക്സ് ചെയ്യാൻ, അതുപോലെ തന്നെ നാച്ചുറൽ ഹെയർ ഡൈ മിക്സ് ചെയ്യാനൊക്കെ ഇരുമ്പിൻ്റെ പാത്രം എടുക്കുന്നതാവും വളരെ നല്ലത്. ആ ഇരുമ്പിൻ്റെ പാത്രമാകുമ്പോൾ നമ്മുടെ ഈ മിശ്രിതത്തിൻ്റെ കളറ് മാറാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ തുരുമ്പിൽ നമ്മുടെ മുടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. തുരുമ്പിൽ നമുക്കറിയാം ഫെറിക് ഓക്സൈഡൊക്കെ ഉണ്ട് അല്ലേ, അപ്പോൾ അതൊക്കെ നമ്മുടെ മുടിക്ക് നല്ല പോലെ തന്നെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചേർക്കുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെല്ലിക്കാപ്പൊടി 1 സ്പൂണ്, അല്ലെങ്കിൽ നമ്മൾ മൈലാഞ്ചിപ്പൊടി എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതിയായിട്ട് നമുക്ക് നെല്ലിക്കാപ്പൊടി എടുക്കാം. നെല്ലിക്കാപ്പൊടി നമ്മുടെ നരച്ച മുടി നല്ലപോലെ തന്നെ കറുപ്പാവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. മുടി നല്ലപോലെ വളരാനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ നമ്മളിവിടെ അത്യാവശ്യം കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ടുണ്ട്. നമ്മൾ മുടിയിൽ മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. പിന്നെ നമുക്കറിയാം മൈലാഞ്ചിപ്പൊടി ആണെങ്കിലും നെല്ലിക്കാപ്പൊടി ആണെങ്കിലും ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് പൊട്ടിച്ചതിൻ്റെ ശേഷം ബാക്കിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല എയർ ടൈറ്റ് ആയിട്ട് തന്നെ നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് കാറ്റൊക്കെ കിടന്നാൽ അതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് വരില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതുപോലുള്ള ഈ ഒരു കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള പനിക്കൂർക്ക, തുളസി, അതുപോലെ തന്നെ കച്ചാർവായ, ഉലുവ, ഇതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് മുടി വളരാൻ നല്ലപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇതൊക്കെ ചേർത്ത് നമുക്ക് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഈ ഒരു കട്ടൻ ചായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു ലൂസ് പരിവാകും. നമുക്കിത് നല്ലൊരു കട്ടിയിലാണ് കിട്ടേണ്ടത്. ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ ഒലിച്ചിറങ്ങും. അത് പിന്നെ നമുക്കറിയാലോ മൈലാഞ്ചിയുടെയൊക്കെ കളറ് പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയിലാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടത്. കുറച്ചായിട്ട് കുറച്ച് സമയം എടുത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക.
അപ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും നമുക്ക് ഒരു 90% റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ തന്നെയാണ് കേട്ടോ. ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമ്മൾ ഒരുപാട് കെമിക്കൽസൊക്കെ യൂസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൽ നിന്ന് മാറി ഈ ഒരു രീതിയിൽ നാച്ചുറലായിട്ട് നമ്മുടെ ഹെന്നയൊക്കെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള ഡൈ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് കാണാൻ കുറച്ച് ലേറ്റ് ആവും. അതല്ല നമുക്ക് ഒരുപാട് കെമിക്കൽസ് ഒന്നും ചെയ്യാത്ത മുടിയിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഹെന്ന എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഹെന്ന വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് ഫ്രഷ് ആയിട്ട് നമുക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കട്ടൻ ചായ തിളപ്പിച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മൈലാഞ്ചിയുടെ ഇല മിക്സിയുടെ ജാറിലിട്ട് ഇത് നല്ല പോലെ തന്നെ അരച്ചെടുത്ത് ഇതുപോലെ അതിലേക്ക് നമുക്ക് നെല്ലിക്കാപ്പൊടി ചേർത്തുകൊണ്ട് മിക്സ് ചെയ്യും ചെയ്യാം കേട്ടോ. നമുക്ക് വീട്ടിൽ മൈലാഞ്ചിയുടെ ഇലയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. പൊടി തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, നല്ല ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഈ ഒരു കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല ഹെന്ന ആയതുകൊണ്ട് തന്നെ, നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന ആകുമ്പോൾ തന്നെ നമുക്കിത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ലൊരു റെഡ് കളർ അപ്പം തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് കണ്ടോ, ആ ഒരു പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കയ്യിലൊന്നും ആക്കിയത് കൊണ്ടാണ് ഈ ഒരു കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇത് നമ്മൾ അടച്ച് വെക്കുക. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്, നമ്മൾ രാത്രി ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെയാണ് ഇത് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ വെച്ചിട്ടുള്ള കളറിനൊന്ന് ചേഞ്ച് ആയിട്ടുണ്ടാവും. നമ്മുടെ ആ തുരുമ്പിൽ വന്നിട്ടുള്ള ഇരുമ്പിൻ്റെ ചട്ടിയിലായതുകൊണ്ട് തന്നെ ആ ഒരു സൈഡിലൊക്കെ നല്ലപോലെ തന്നെ കറുപ്പായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ രാവിലെ തേക്കാണ്ട് വൈകുന്നേരം വരെയൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തന്നെ ബ്ലാക്ക് കളറിൽ കിട്ടും കേട്ടോ. അപ്പോൾ കഴിഞ്ഞില്ല, നമ്മൾ വേറൊരു സ്റ്റെപ്പും കൂടി ചെയ്യുന്നുണ്ട്. ഇനി ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ഹെന്ന മൈലാഞ്ചിയുടെ മിക്സ് നമുക്ക് എവിടെയൊക്കെയാണോ നരച്ച മുടിയുള്ളത് അവിടെയൊക്കെ തേച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മുടെ തലയിൽ മുഴുവനായിട്ട് തേച്ചതിന് ശേഷം 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ തലയിൽ വെച്ചതിന് ശേഷം കഴുകി കളയാവുന്നതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഹെന്ന തേച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ തലയിൽ തേക്കേണ്ട ഒരു പാക്കാണ് നീലാമരി പൊടി വെച്ചിട്ടുള്ള ഈ മിക്സ് കേട്ടോ. ഇതേപോലെ നമ്മൾ തേക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നരച്ച മുടി 100% കറുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം നമ്മളിതുപോലെ ഹെന്ന തേക്കുക, എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നീലാമരിയുടെ പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ, എവിടേക്കാണ് ഹെന്ന നമുക്ക് എല്ലായിടത്തും അപ്ലൈ ചെയ്യാം. നമുക്ക് ആ ഒരു കളറും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ലപോലെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നീലാമരി നമുക്ക് നമ്മുടെ ഏത് ഭാഗത്താണോ നരച്ച മുടിയുള്ളത് ആ ഭാഗത്ത് മാത്രം തേച്ചാൽ മതി കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ച് നീലാമരിയുടെ പൊടി എടുത്തിട്ടുള്ളൂ, നമ്മുടെ ആ ഒരു നെറ്റിയുടെ ഒരു ഭാഗത്തുള്ള സ്ഥലത്ത് മാത്രം തേക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ളത് ചെറു ചൂടുള്ള കഞ്ഞിവെള്ളമാണ്. അതല്ലെങ്കിൽ നമുക്ക് തലേ ദിവസത്തെ പുളിച്ച കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ ചെറു ചൂടുവെള്ളം, ഒരുപാട് ഓവർ ആവരുത് ചൂട്, ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യാം. ഈ ഒരു ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് തേക്കുമ്പോൾ ഒരുവിധം എല്ലാവർക്കും തലക്ക് സ്യൂട്ടാവും കേട്ടോ. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളമൊക്കെ ആകുമ്പോൾ കുറച്ച് തണുപ്പാണ്, അപ്പോൾ അത് പറ്റാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, ഈ ഒരു രീതിയിൽ നല്ല പോലെ മിക്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തലയിൽ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1 മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ തലയിൽ വെക്കാം. അതിനുശേഷം കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആഴ്ചയിൽ 1 തവണ ചെയ്താൽ തന്നെ നല്ല കളർ കിട്ടും കേട്ടോ മുടിക്ക്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും ചെയ്യും. അപ്പോൾ നരച്ച മുടിയുള്ളവരൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള നീലാമരിയുടെ പൊടിയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ ഒരു കളർ ചേഞ്ച് കാണും കേട്ടോ. നമ്മളിത് ഒന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിവശത്ത് നല്ല ഗ്രീൻ കളറാവും, മേൽവശത്ത് ഈ കളറാവും. അപ്പോൾ ഇതാണ് അറിയാനുള്ളൊരു വഴി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, കാണാത്തവർ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. താങ്ക്